ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദ്വേഗജനകമായ ഒരു സദ്കഥ പറയാം. പാഠങ്ങളുള്ള ദൃഷ്ടാന്തങ്ങളുള്ള കഥയാണ്. കഥാനായകൻ മറ്റാരുമല്ല, സുൽത്താനുൽ ഔലിയ ബാസുല്ലാഹിൽ അഷ്ഹബ് സയ്യിദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു. ഹിജറാബ്ദം 470, ക്രിസ്താബ്ദം 1077 നവംബർ മാസം ത്വബരിസ്ഥാനിലെ ജീലാൻ പ്രദേശത്താണ് അവിടുന്ന് ഭൂജാതരായത്. ക്രിസ്താബ്ദം 1166 ഫെബ്രുവരിയിൽ, ഹിജറാബ്ദം 561 റബീഉൽ ആഖിർ 10 90 വയസ്സ് ജീവിച്ച ശേഷം അവിടുന്ന് ബഗ്ദാദിൽ ദേഹവിയോഗമടങ്ങി. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ശൈശവകാലത്തുണ്ടായ അതിമനോഹരമായ ഒരു കഥയുണ്ട്. യതീമായാണ് വളർന്നത്. പ്രിയപ്പെട്ട ഉമ്മയുടെ പരിചരണത്തിൽ ഏകദേശം 18 വയസ്സുവരെ ഉമ്മയുടെ ശിക്ഷണത്തിൽ ജീലാൻ പ്രദേശത്ത് കഴിഞ്ഞുകൂടി. ആ ഇടക്ക് ഉമ്മയെ സഹായിക്കും. കൃഷിഭൂമിയിലേക്ക് മാടുകളെ കൊണ്ടുപോകും, പോത്തുകളെ. കൃഷിത്തൊഴിലിൽ അഭിരമിച്ചു. അദ്ദേഹത്തോടൊരിക്കൽ താൻ മേക്കുന്ന ഒരു പോത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വല്ലാത്ത നോട്ടം അനുഭവിച്ചു. ഡോക്ടർ അബ്ദുൾ റസാഖ് കൈലാനി എല്ലാം പറയുന്നത്, സയ്യിദി അബ്ദുൽ ഖാദിർ എന്ന യുവാവിൻ്റെ മനസ്സകത്തെ തൻ്റെ ദിശ പഠനത്തിലേക്ക്, സത്യാന്വേഷണത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരാഹ്വാനമായിരുന്നു ആ പോത്തിൻ്റെ നോട്ടം എന്നാണ്. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവും അനുഭവങ്ങളും അവിടുത്തെ അത്ഭുത കഥകളുമെല്ലാം നിരവധി ഗ്രന്ഥങ്ങളിൽ 100 വോള്യങ്ങളായി പുറത്തു വന്നിട്ടുണ്ട്. അബുൽ ഹസൻ അലി ഹസൻ അന്നദ്വി റിജാലുൽ ഫിക്രി വദ്ദഅവ, അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന ഖ്യാതിയിൽ അറിയപ്പെടുന്ന അൽ ഇമാമു ഇബ്നു തൈമിയ്യ, എല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ സൗദിയിലെ സലഫി പണ്ഡിതൻ ഡോക്ടർ ത്വാരിഖ് അസുവൈദാൻ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ശൈശവകാലത്തുണ്ടായ ആ കഥ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്നുകൂടി പറയാം. അബ്ദുൽ ഖാദിർ എന്ന ബാലന് വിജ്ഞാന തൃഷ്ണ, ആധ്യാത്മ അന്വേഷണത്തിൻ്റെ ത്വര, ദൈവിക നിയോഗം എന്ന പോലെ വന്നു. മാതാവിനോട് അപേക്ഷിച്ചു, എനിക്ക് ഈ കാലഘട്ടത്തിലെ വൈജ്ഞാനിക കേന്ദ്രമായ ബാഗ്ദാദിലേക്ക് പോയി അന്വേഷണം തുടരണം, പഠനക്കളരി അഭ്യസിക്കണം. ഉമ്മ ഒടുവിൽ സമ്മതം നൽകി. തൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് 80 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. പകുതി മാറ്റി തൻ്റെ സഹോദരന് നീക്കിവെച്ചു. ബാക്കി 40 സ്വർണ്ണ നാണയങ്ങൾ വഴിയിലുള്ള കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും പിടുത്തത്തിൽ പെടാതിരിക്കാൻ വേണ്ടി അബ്ദുൽ ഖാദിർ എന്ന തൻ്റെ പ്രിയപ്പെട്ട ബാലൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളറകളിലായി ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ കണ്ണീരോടെ ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട മകനെ സുദീർഘമായി, എന്നേക്കുമായി ഇനി ഒരിക്കലും തൻ്റെ മകനെ കണ്ടുകിട്ടുകയില്ല എന്ന ബോധ്യത്തോടെ തന്നെയാണ് യാത്ര അയച്ചത്. സ്വർണ്ണ നാണയമെല്ലാം കൊടുത്തേൽപ്പിച്ച് ചുടുചുംബനങ്ങൾ അർപ്പിച്ച് പ്രിയപ്പെട്ട മാതാവ് ഫാത്തിമ അബ്ദുൽ ഖാദിർ എന്ന പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു, ഒരു വസിയ്യത്തായി നീ സ്വീകരിക്കുക, മോനെ, ഒരു സാഹചര്യത്തിലും നീ കളവ് പറയരുത്, ലാ തക്ദിബ്. അങ്ങനെ അബ്ദുൽ ഖാദിർ എന്ന ബാലൻ യാത്ര ആരംഭിച്ചു. ബാഗ്ദാദിലേക്ക് പോകുന്ന വലിയ ഒരു സാർത്ഥവാഹക സംഘത്തിന്റെ കൂടെ ചേർന്നു. വഴിയിൽ പ്രതീക്ഷിച്ചത് സംഭവിച്ചു. നിരവധി പേരടങ്ങുന്ന ഒരു കൊള്ള സംഘം ഈ കച്ചവട സംഘത്തെ പിടികൂടി സർവ്വതും കൊള്ളയടിച്ചു. പലരെയും പരിക്കേൽപ്പിച്ചു. എല്ലാവരുടെ കയ്യിലും ഒളിപ്പിച്ചു വെച്ചതും രഹസ്യമാക്കി വെച്ചതുമായ സർവ്വ നാണയങ്ങളും അവർ പെറുക്കിയെടുത്തു. ഒടുവിൽ കൊള്ളക്കാരിൽ ഒരാൾ ബാലനായ അബ്ദുൽ ഖാദിറിന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, നിന്റെ അവസ്ഥ കണ്ടിട്ട് നിന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവുകയില്ലെന്നറിയാം, എന്നാലും നിന്റെ കയ്യിൽ എന്താണുള്ളത്? പ്രിയപ്പെട്ട അബ്ദുൽ ഖാദിർ എന്ന ആ 18കാരൻ നിഷ്കളങ്കമായി പറഞ്ഞു, എൻ്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയങ്ങളുണ്ട്. അത്ഭുതമായി തോന്നി. വീണ്ടും പല കൊള്ളക്കാരും ചോദ്യം ചെയ്തു. അപ്പോഴെല്ലാം തൻ്റെ ഈ സത്യമായ മറുപടി ആവർത്തിച്ചു. അവര് കൊള്ളത്തലവന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ഒരു ബാലൻ 40 സ്വർണ്ണ നാണയം
തൻ്റെ വസ്ത്രത്തിൻ്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുന്നു. കൊള്ളത്തലവനും കൗതുകമായി. പരിശോധിച്ചപ്പോൾ ആ 40 സ്വർണ്ണ നാണയങ്ങളും കൊള്ളക്കാര് കണ്ടെത്തി. അത്ഭുതത്തോടുകൂടി അവർ ചോദിച്ചു, മോനെ, നീ എന്താണ് സത്യം പറഞ്ഞത്? ഞങ്ങൾ കൊള്ളക്കാരാണെന്നും നിന്റെ സ്വർണ്ണ നാണയങ്ങൾ ഞങ്ങൾ കീഴടക്കുമെന്നും നിനക്കറിഞ്ഞുകൂടെ? അപ്പോഴാണ് നിഷ്കളങ്കമായ ആ മാനസിക ശുദ്ധിയിൽ നിന്ന് വിരിഞ്ഞ ലോകപ്രസിദ്ധമായ ആ മറുപടി ഉണ്ടായത്. ഞാൻ അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കൈപിടിച്ച്, കള്ളം പറയരുത് മോനെ, ഏതു സാഹചര്യത്തിലും നുണ പറയരുത്. എന്നെ ഉമ്മ വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത്. കൊള്ളക്കാർ നെടുവീർപ്പിട്ടു, അവരത്ഭുത പരിഭ്രാന്തരായി. കൊള്ളത്തലവൻ പറഞ്ഞു, നിന്റെ ഉമ്മ നിന്നോട് കള്ളം പറയരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ വാക്കു പാലിക്കാൻ നീ ഞങ്ങളോട് 40 സ്വർണ്ണ നാണയം കാണിച്ചു തന്നു. എന്നാൽ എത്ര വർഷങ്ങളായി നാഥനായ പടച്ച തമ്പുരാന്റെ മുൻപിൽ ഞങ്ങൾ കള്ളം പറയുന്നു, കള്ളം പ്രവർത്തിക്കുന്നു. നിന്റെ ഈ നിഷ്കളങ്കമായ പ്രവൃത്തി ഞങ്ങളെ ചിന്തിപ്പിക്കുന്നു. അവിടെ വെച്ച് കൊള്ളത്തലവനും കൂടെയുണ്ടായിരുന്ന 40 പേരും അള്ളാഹുവിലേക്ക് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കൈപിടിച്ച് ബയ്യാത്ത് ചെയ്ത് പശ്ചാത്താപത്തിലേക്ക്, തൗബയിലേക്ക് കടന്നു വന്നു. പിൽക്കാലത്ത് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അല്ലാഹു തആല ആദ്യമായി തന്ന മുരീദുമാർ, ശിഷ്യഗണങ്ങൾ അവരായിരുന്നു എന്ന്. അതെ, സയ്യിദി ഗൗസുൽ ആളം സുൽത്താനുൽ ഔലിയ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് 18ാമത്തെ വയസ്സിൽ തന്നെ പഠിച്ചു വളർന്ന് വലുതായതല്ല, നിയോഗഭാഗ്യം കൊണ്ട് അല്ലാഹു തആല മഹദ് പദവിയിൽ തെരഞ്ഞെടുത്തതാണ്. ശിഷ്യഗണങ്ങളെ ഈ പ്രായത്തിൽ തന്നെ തനിക്ക് ലഭിച്ചു. തുടർന്ന് അദ്ദേഹം ബാഗ്ദാദ് പട്ടണത്തിലേക്ക് പോയി. അവിടെ നിന്ന് അങ്ങോട്ടാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പഠന, പരീക്ഷണ, സത്യാന്വേഷണ യാത്ര തുടങ്ങുന്നത്. പിൽക്കാലത്ത് ലോകപ്രസിദ്ധനായി, ജനലക്ഷങ്ങളുടെ ആധ്യാത്മിക വഴികാട്ടിയായി. അത്വരീഖത്തുൽ ഖാദിരിയ്യ എന്ന ആധ്യാത്മ സരണിയുടെ ഇമാമായി. ലോകമൊന്നടങ്കം പരലക്ഷങ്ങൾ സയ്യിദി അബ്ദുൽ ഖാദിറിൻ്റെ വഴിയെ തുടർന്ന് അള്ളാഹുവിലേക്ക് പ്രയാണം നടത്തുന്നു. കള്ളം പറയല്ല എന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്ന് കൊടുത്തോവർ. മഹാശയന്മാരായ സദ്പുരുഷന്മാർ സാഹചര്യത്തിന്റെ സംഭാവനകളല്ല, നിയോഗത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മഹാത്മാക്കളാണ്. പിന്നീട് അങ്ങോട്ടുണ്ടായതെല്ലാം സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിയോഗ സാക്ഷ്യങ്ങളായിരുന്നു. 70,000 പേരും അതിലപ്പുറവുമുള്ള സദസ്സിലായിരുന്നു സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ആധ്യാത്മ പ്രഭാഷണങ്ങൾ ബഗ്ദാദിൽ നടന്നിരുന്നത്. അനേക ലക്ഷങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കൈകളിലൂടെ തൗബ ചെയ്തു വന്ന് വളർന്ന് വലുതായി ഇന്നും അനവരതം ആ മഹത്തായ സൂഫി വര്യന്റെ അതിമഹത്തായ യജ്ഞം തുടരുകയാണ്. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നദറ വമദദ്. ഈ പെരുന്നാളിന് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമ്മാനം എന്തായിരിക്കും? അറേബ്യൻ പെർഫ്യൂമുകളിലെ രാജകുമാരൻ മിസ്കി സുൽത്താൻ സ്പെഷ്യൽ എഡിഷൻ. മനം മയക്കുന്ന സ്വീറ്റ് ഊദ് സുഗന്ധം 24 മണിക്കൂർ നിൽക്കും. നല്ല കിടിലൻ ആത്മവിശ്വാസവും കിട്ടും. ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്നോ? ഇതിന്റെ വില വെറും 780 രൂപ മാത്രമാണ്. മാത്രമല്ല, നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇത് തികച്ചും ഫ്രീ ആയി വീട്ടിലെത്തും. അപ്പോ ഒട്ടും വൈകിക്കണ്ട, വേഗം തന്നെ 9995814789 എന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്തോളൂ.